നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഡക്കുകൾ കൊണ്ടൊരു റെക്കോർഡ്. രോഹിത് ശർമ്മയുടെയും സഞ്ജു സാംസണിൻ്റെയും റെക്കോർഡ് മറികടന്നിരിക്കുന്നു. അഭിഷേക് ശർമ്മ ഇന്ന് ഗോൾഡൻ ഡക്കായിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസും SRHും തമ്മിലുള്ള മത്സരത്തിൽ ആദ്യ പന്തിൽ തന്നെ, അതായത് ജോഫ്രെ ആർച്ചർ എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ അഭിഷേക് ശർമ്മ പുറത്താകുന്നു. രവി ബിഷ്ണോയെ പിടിച്ച് ഗോൾഡൻ ഡക്കായിട്ട് ആൾ മടങ്ങി. ഒട്ടും SRH ആഗ്രഹിക്കാത്തൊരു തുടക്കം. ഇതോടുകൂടി സംഭവിച്ചത് എന്താണ്? മോസ്റ്റ് ഡക്സ് ഇൻ എ കലണ്ടർ ഇയർ ഇൻ T20s ഫോർ ആൻ ഇന്ത്യൻ. ഒരു ഇന്ത്യൻ താരത്തിന് T20 ക്രിക്കറ്റിൽ ഒരു വർഷം ഏറ്റവും അധികം ഡക്കുകളായതിൻ്റെ റെക്കോർഡ് ഇതുവരെ ഇവർ 3 പേരും കൂടി ഇങ്ങനെ പങ്കിട്ടെടുക്കുകയായിരുന്നു. 3 പേരും കൂടി, അഭിഷേക് ശർമ്മയും രോഹിത് ശർമ്മയും സഞ്ജു സാംസണും 6 വീതം ഡക്കുകളായിട്ട് ഒരു കൊല്ലം 6 T20 ഡക്ക്. ഇപ്പോൾ ഇത് അഭിഷേക് ആ റെക്കോർഡ് തനിക്ക് സ്വന്തം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോയിരിക്കുന്നു. 7 ഡക്കുകളായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. സഞ്ജു സാംസൺ 2024 6 T20 മത്സരങ്ങളിൽ ഡക്കായത്. രോഹിത് ശർമ്മ 2018 6 T20 മത്സരങ്ങളിൽ ഡക്കായത്. അഭിഷേക് ശർമ്മ ഇതാ 2026 ഓൾറെഡി 7 T20 മത്സരങ്ങളിൽ ഡക്കായിരിക്കുന്നു. ഏപ്രിലേ ആയിട്ടുള്ളേ. ഇനിയിപ്പോൾ ഈ വർഷം ഇനിയും ഒരുപാട് T20 മത്സരങ്ങൾ, അന്താരാഷ്ട്ര മത്സരങ്ങൾ അടക്കം ബാക്കിയുണ്ടേ. ഈ 7 ഒരു പക്ഷേ 10ഉം 12ഉം ഒക്കെ ആവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും അഭിഷേക് ശർമ്മ ഹാസ് സർപ്രൈസ്ഡ് രോഹിത് ശർമ്മ ആൻഡ് സഞ്ജു സാംസൺ ആൻഡ് ഹി വോണ്ട് ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. എന്ന് ഈ റെക്കോർഡ് കിട്ടിയിട്ട് ഹാപ്പി അല്ലാത്തൊരു സ്ഥിതി, വല്ലാത്തൊരു റെക്കോർഡാണല്ലോ. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാവാം. ഏതായാലും SRH തകർന്നാണ് തുടങ്ങിയത്. ആദ്യ വിക്കറ്റ് റണ്ണൊന്നും എടുക്കാതെ പോയി. പക്ഷേ രണ്ടാം വിക്കറ്റ് ആകുമ്പോഴേക്കും അവർ 55 റൺസിലേക്ക് എത്തിയിരുന്നു. ട്രാവിസ് ഹെഡ് 18 പന്തിൽ 18 അടിച്ചു. പക്ഷേ ഈ റൺസ് വരാനുള്ള കാരണം ഇഷാൻ കിഷനാണ്. പൊളിച്ചടുക്കിയ ബാറ്റിംഗ് പ്രകടനമാണ് ഇഷാൻ കിഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം 44 പന്തിൽ നിന്ന് 8 ഫോറും 6 സിക്സും അടക്കം 91 റൺസും അടിച്ചു. ഇതുപോലെ ഹെൻറി ക്ലാസൻ 26 പന്തിൽ നിന്ന് 1 ഫോറും 3 സിക്സും അടക്കം 40 റൺസും അടിച്ച് SRHനെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.